നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും ലോ ഓഫ് അസംഷനെ കുറിച്ചും അതുപോലെ തന്നെ ലോ ഓഫ് ആക്ഷനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇതൊന്നും കൂടാതെ വേറൊരു ലോ ഉണ്ട്, ലോ ഓഫ് വൈബ്രേഷൻ. ദ അൾട്ടിമേറ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് വൈബ്രേഷനാണ്. മുന്നുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തോട്ട്സിനെല്ലാം അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ഇമോഷൻസിനും ഓരോ ഫ്രീക്വൻസി ഉണ്ടെന്നും നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടെന്നും. അപ്പോൾ ഈ ലോ ഓഫ് വൈബ്രേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണോ, എന്ത് വൈബ്രേഷനാണോ നമുക്കുണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്ത് ഫ്രീക്വൻസിയാണോ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, ആ ലൈക്ക് ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കൊരു സാധനം വേണം, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളായിരിക്കുന്ന ഫ്രീക്വൻസി എന്താണോ, ആ ഫ്രീക്വൻസിയിലാണോ ആ വസ്തു അല്ലെങ്കിൽ അതെങ്കിൽ മാത്രമാണ് അത് അട്രാക്റ്റ് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ നമ്മൾ കറൻ്റ്ലി ഈ ഒരു ഫ്രീക്വൻസിയിലാണ്, നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ട സാധനം കുറച്ചും കൂടി മുകളിലുള്ള ഫ്രീക്വൻസിയിലാണെങ്കിൽ, ഈ ഫ്രീക്വൻസിയിലുള്ള ഞാൻ ഈ ഫ്രീക്വൻസിയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ, എൻ്റെ ഇമോഷൻസ് എല്ലാം ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് അത് സ്വന്തമാവുള്ളൂ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഇപ്പോൾ താഴെ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഈ ഐ ലെവലിലുള്ള കാര്യങ്ങളായിരിക്കാം. അതിന് മുകളിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അത്രയും ഉയരത്തിലെത്തുമ്പോഴാണ് നമുക്ക് അത്രയും കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഇതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്, ലോ ഓഫ് വൈബ്രേഷനിൽ സംഭവിക്കാം. അപ്പോൾ എന്താ വേണ്ടത്, നമ്മൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഓരോ ഇമോഷനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫ്രീക്വൻസി ഉണ്ടാവും. സങ്കടമാവട്ടെ, സന്തോഷമാവട്ടെ, നാണക്കേടാവട്ടെ, ദേഷ്യമാവട്ടെ, സ്നേഹമാവട്ടെ, സന്തോഷമാവട്ടെ, സമാധാനമാവട്ടെ, ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഇതിൽ നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിന് ലോവർ ആയിരിക്കും ഫ്രീക്വൻസി, പോസിറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള പീസ്, ലവ്, ഇതിനെല്ലാം ഉയർന്ന ഫ്രീക്വൻസിയാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഫ്രീക്വൻസിയിലേക്ക് എത്തുന്നത്, അപ്പോഴാണ് നമുക്ക് ഉയർന്ന കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിലാണ് എന്നുള്ളതനുസരിച്ചാണ് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുക. ഇതാണ് ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞത്, നിങ്ങൾ എന്താണ് എന്നുള്ളതിനനുസരിച്ചാണ് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നിങ്ങൾ എന്താണ്, നിങ്ങൾ എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്താണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ആ ലൈക്ക് ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, നമ്മൾ ചെയ്യേണ്ട കാര്യം ഫ്രീക്വൻസി ഉയർത്തുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള സാധനത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക്, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഫ്രീക്വൻസിയിൽ നിന്ന്, ഇപ്പോൾ നമുക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ലോ ഫ്രീക്വൻസിയിലാണ് ഉള്ളത്. ഈ ലോ ഫ്രീക്വൻസിയിൽ നിന്ന് ഉയർന്ന ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ സ്റ്റേറ്റിനെയൊക്കെ ഉയർത്തുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വന്തമാക്കാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ നമുക്ക് അബണ്ടൻസ്, സമൃദ്ധി ഉണ്ടാവുക. അപ്പോൾ ഇനി ഇത് ഉയർത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.